എടാ ടോണി, ഇന്ന് എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്. നീ ഒന്ന് കൂടെ വരുവോടാ? ഇന്റർവ്യൂ നിനക്കല്ലേ, ഞാനെന്തിനാ കൂടെ വരുന്നത്? അയ്യോ, ഒന്ന് കൂട്ടിന് വരുമെന്നാ ചോദിച്ച എന്റെ സാറേ. ഇതായ കാരണവന്മാര് പറയുന്നത് പെൺപിള്ളേരൊരു പ്രായം കഴിഞ്ഞാൽ കെട്ടിയെടുക്കണമെന്ന്, അല്ലാതെ ഇങ്ങനെ കുറ്റിയടിച്ച പോലെ നിൽക്കരുത്. അല്ല, നിനക്ക് ആ സാധനം വിളിച്ചൂടെ കൂട്ടിന്? അതെ, നിന്നെ വിളിച്ചു കഴിഞ്ഞാൽ നീ വരുമെന്ന് പറഞ്ഞാ മതി. എന്തിനാ മറ്റുള്ളവരൊക്കെ വിളിച്ചിടുന്നേ? എന്നാ എനിക്ക് വരാൻ സൗകര്യമില്ല, പോരെ? വേണ്ട, നീ വരണ്ട, ഒരു നിർബന്ധമില്ല. ഞാൻ ആനന്ദിനെ വിളിച്ചോളാം. ആ, അതാ അതിന്റെ ഒരു ശരി. നിങ്ങളാകുമ്പോ ചേരും. നീ അധികം അങ്ങ് ചേർക്കണ്ട, നീ ആ ഫോണിൽ ശ്രദ്ധിച്ചാ മതി. ഇല്ലെങ്കിലേ നിന്റെ ഗേൾ ഫ്രണ്ട്സിനെ വേറെ ആമ്പിള്ളേര് കൊണ്ടുപോകും. താങ്ക് യു. ഓ, മെയിലിലേക്ക് അയച്ചാ മതി. മെയിൽ ഐ ഡി അറിയില്ലേ? ആ, എഴുതിയെടുത്തോ. ആനന്ദ്_, ഹാ, അടിയിലൊരു വര. ആ, actor@gmail.com. എല്ലാം ചെറിയ അക്ഷരം. ആ, ഓക്കേടാ, ബൈ. ആരാടത്? എന്റെ ഒരു ചെങ്ങായ. ഇവൻ എന്നെ പോലെ നടനാവാൻ ആഗ്രഹം. അല്ല, നീ ഇമെയിൽ ഐ ഡി ഒക്കെ കൊടുക്കുന്ന കേട്ടപ്പോ ഞാൻ കരുതി. നീ അങ്ങനെ കരുതണ്ട. നിനക്കല്ലെങ്കിലും കരുതൽ ഇത്തിരി ഓവറാ. അല്ല ആനന്ദേ, ഇന്ന് എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്. ഒരുപാട് ഗേൾസ് വരുന്ന സ്ഥലമാണ്. നിനക്കൊരു നേരം പോക്കാവും, എനിക്കൊരു കൂട്ടുമാവും. അയ്യ, ലേഡീസിനെ മുന്നിൽ നിർത്തി എന്നോട് കാര്യം അവതരിപ്പിച്ച് സാധിപ്പിക്കാൻ ഞാൻ ആ വായ നോക്കി ടോണിയല്ല. നടക്കില്ല. എനിക്ക് ഒരുപാട് പണിയുള്ളതാ മോളെ. തിരക്കാ. പറ്റിച്ചേ, ഞാൻ നേരത്തെ പറഞ്ഞ നീ സീരിയസ് ആയിട്ട് എടുത്തല്ലേ? ആ, എടുത്തു. ആ, ഞാൻ ഊഹിച്ചു. അയ്യോ, ഇപ്പൊ തന്നെ സമയം വൈകി. നീ വേഗം പോയി ഡ്രസ് ചെയ്യ്. യോ, ഞാനും ലേറ്റായി. ഇന്ന് ക്ലാസ് ഉള്ളതാ. ചിലപ്പോ തിരിച്ചു വരുമ്പോ സർപ്രൈസ് ഉണ്ടാവും. നീ ഇവിടെ ഉള്ള ഓരോ നിമിഷവും ഞങ്ങൾക്ക് അങ്ങനെ ആണല്ലോ. തർക്കിക്കാൻ സമയമില്ല. മനസ്സ് മുഴുവൻ കൊളുത്തൂരാൻ സാറാ. പോട്ടെ, പോടാ. കലയെ സ്നേഹിച്ച് കരവലയത്തിലാക്കി കാണികളുടെ മുമ്പിൽ കൗശലത്തോടെ കാഴ്ചവെക്കുന്നവനാവണം ഒരു കലാകാരൻ. കരഘോഷം വേണ്ട. അഭിനയം എന്നത് തീവ്രമായ ഒരു ആഗ്രഹമാണ് എല്ലാവരുടെയും. അത് ഒരു തൊഴിലായി കാണുന്നവർ വേറെയുമുണ്ട്. അഭിനയത്തെ നിങ്ങളൊരു ആഗ്രഹമായി മാത്രമാണെന്ന് കാണുന്നതെങ്കിൽ കുട്ടികളെ, അതിന് ഇനിയും അനിർവചനീയങ്ങളായ ഒരുപാട് തലങ്ങളുണ്ട്. അതിലെ ആദ്യ തലം മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പാണ്. നെഞ്ചു പൊട്ടുന്ന വേദനയിൽ നിങ്ങൾ യാഥാർത്ഥ ജീവിതത്തിൽ നിൽക്കുമ്പോഴും ഒരു ഷോട്ടിന് മുന്നിൽ നിങ്ങൾ എത്തിയാൽ സ്വന്തം പ്രാണം കൊടുത്തും ആ കഥാപാത്രത്തിന് ജീവൻ നൽകാൻ തയ്യാറുള്ളവനായിരിക്കണം ഒരു യഥാർത്ഥ കലാകാരൻ. അല്ലാതെ ഓട്ടോഗ്രാഫിൽ ഒപ്പിടാൻ ഓടുന്നവനാകരുത്. അവനെ കൊളുത്തുവരാൻ പുച്ഛിച്ചിരിക്കും. കേട്ട് പഠിക്കടാ. അപ്പൊ ഇന്നലെ എവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയത്? സാർ, ആനന്ദും മാരുതിയും തമ്മിലുള്ള പ്രണയരംഗം. ആയിക്കോട്ടെ, ആനന്ദ് ഭാരതി വന്നോളൂ. രണ്ടാളും ഡയലോഗ് പഠിച്ചിട്ടില്ലേ? തുടങ്ങിക്കോളൂ. ആക്ഷൻ. 28 വയസ്സുള്ളൊരു പൗരനാണ് ഞാൻ. നിനക്ക് 24 വയസ്സും. ജീവിതത്തിൽ എന്താവണം, ആരുടെ കൂടെ ജീവിക്കണം തീരുമാനിക്കാൻ നമുക്ക് അവകാശമുണ്ട്. നമുക്കല്ല, മനുവിനുണ്ടെന്ന് പറയുന്നതാകും ശരി. അതെന്താ, നിനക്ക് സ്വന്തമായിട്ടൊരു തീരുമാനമില്ലേ? ഉണ്ടായിരുന്നു പണ്ട്. അന്ന് ഞാൻ അനാഥയല്ലായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ അനാഥയാണ്. മനുവേട്ടനല്ലേ മോളെ നിനക്ക്? ജീവിതത്തിൽ ഓരോ നിമിഷവും നീറി നീറി കഴിയണ എന്നോട് എന്നെ എന്തായിരുന്നു ഡയലോഗ് പറയേണ്ടിരുന്നത്? അല്ല സർ, ആനന്ദ് ഡയലോഗ് മുഴുവൻ പറഞ്ഞില്ല. ആനന്ദല്ല, മനു. ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടില്ലേ, കഥാപാത്രമായി കഴിഞ്ഞാൽ കഥാപാത്രത്തിന്റെ പേരിൽ മാത്രം സംസാരിക്കുകയും പരസ്പരം സംബോധന ചെയ്യുകയും വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? സർ, അത് ഷൂട്ട് ഡേയ്സിൽ മാത്രം മതിയോ അതോ ഷെഡ്യൂൾ കഴിഞ്ഞ് വീട്ടിൽ പോയാലും കഥാപാത്രമായി തന്നെ ജീവിക്കണം? നല്ല ചോദ്യം. വലിയ വലിയ കലാകാരന്മാരാണെങ്കിൽ വീട്ടിൽ ചെന്നാലും അങ്ങനെ തന്നെ ജീവിക്കും. അപ്പൊ സാർ, ഈ കഞ്ചാവ് അടിക്കുന്ന കഥാപാത്രമാണെങ്കിൽ വീട്ടിൽ ചെന്ന് അതേപോലെ തന്നെ ചെയ്യൂ? അത് ഞാൻ നിനക്ക് വളരെ രഹസ്യമായിട്ട് പറഞ്ഞുതരാം കേട്ടോ ആനന്ദ് മോനെ. സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം, പക്ഷെ അത് നിങ്ങൾക്ക് അറിവ് ശേഖരിക്കാൻ വേണ്ടി ഉള്ളതായിരിക്കണം, അല്ലാതെ എന്റെ ക്ഷമ പരീക്ഷിക്കാൻ വേണ്ടി ഉള്ളതായിരിക്കരുത്. അതുപോലെ ആരതി എങ്ങനെ പെർഫോം ചെയ്ത് ഒന്നും ഫീൽ ചെയ്തില്ലല്ലോ? സർ, എനിക്ക് ഫീൽ ചെയ്തു സർ. പോരാ, ഞങ്ങൾക്ക് ഫീൽ ചെയ്യണം. ഫീൽ ചെയ്തോ? സാർ, എനിക്ക് ഫീൽ ചെയ്തു സാർ.
അത് സാരമില്ല, നിനക്ക് വിവരമില്ലാത്തന്റെ കുഴപ്പമില്ല. സൈലൻസ്. ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു സീൻ ചെയ്യുമ്പോൾ ആദ്യം ആ സീൻ എന്തെന്ന് മനസ്സിലാക്കണം, പിന്നെ ഡയലോഗ്, ശേഷം ഡെലിവറി. പറഞ്ഞിട്ടില്ലേ? അല്ല സാർ, ഈ സീൻ മനസ്സിലാക്കി ഡയലോഗ് ഡെലിവറി ഒന്ന് നടത്തി കാണിക്കോ സാർ? ആരതി സാർ ഇപ്പൊ നമുക്ക് അഭിനയിച്ച് കാണിച്ചു തരും. ആ മോളെ ആരതി, നോക്കിക്കോളൂ. കാതലായ ഭാഗം മാത്രമേ കാണിക്കൂ. ഓക്കെ. നമുക്കല്ല, മനുവിനുണ്ടെന്ന് പറയുന്നതാവും ശരി. എന്താ എങ്ങനുണ്ട്? എങ്ങനുണ്ട്? അല്ല സാർ, ഇതാകെ കുറച്ചല്ലേ ഉള്ളൂ, ഈ ഡയലോഗ് കുറെ ഉണ്ടല്ലോ. അതുകൊണ്ടെന്താ, നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. ഒന്നുകൂടെ പറ, മനസ്സിലായില്ലേ? മനസ്സിലായി, നല്ല വ്യക്തമായി മനസ്സിലായി. അതാണ് കാര്യം, മനസ്സിലായി.